الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة، ثم جعل من بعد ضعف قوة، ثم جعل من بعد قوة ضعفا وشيبة، يخلق ما يشاء وهو العليم القدير. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് അതിസൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അവന്റെ ദൃഷ്ടിയിൽ നിന്നും മറച്ചുവെച്ചുകൊണ്ട് ഒരു അനക്കവും സൃഷ്ടികളായ നമുക്ക് സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നെയും ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അവന്റെ ഇഷ്ടദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒക്ടോബർ മാസം 3-ാം തീയതിയാണെന്ന്. ഒക്ടോബർ മാസം 1-ാം തീയതി ലോകമൊട്ടുക്കും അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കുന്നുണ്ട്. ആ ഒരു ആചരണ ദിനം മിനിയാന്ന് കഴിഞ്ഞു. വയോജനങ്ങൾ, വാർദ്ധക്യം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര രൂപത്തിൽ അത്തരമൊരു
ദിനം ആചരിക്കുമ്പോൾ പ്രകൃതി മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഇത്തരം വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട് എന്താണ് വാർദ്ധക്യം, വാർദ്ധക്യമുള്ള ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, വാർദ്ധക്യമുള്ള ആളുകളോട് മറ്റുള്ള ആളുകളുടെ സമീപനം എങ്ങനെയാവണം എന്നിത്യാദി വിഷയങ്ങളെയൊക്കെ സവിസ്തരം പ്രസ്താവിച്ച പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യം വളരെ സുവ്യക്തമായി ബോധ്യപ്പെടും. മനുഷ്യന്റെ ജീവിതം 3 ഘട്ടങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിലൊന്നാമത്തത് സ്വന്തമായി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത, കരയാനും കൈകാലുകളിട്ടടിക്കാനും മാത്രം സാധിക്കുന്ന നമ്മുടെ ശൈശവ കാലഘട്ടമാണ്. വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്ന ഒരു വചനമുണ്ട്. 22-ാം അധ്യായം സൂറ ഹജ്ജിൽ. അതിന്റെ 5-ാമത്തെ വചനത്തിൽ എംബ്രിയോളജിയെക്കുറിച്ച്, ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു മനുഷ്യക്കുഞ്ഞ് മനുഷ്യ മാതാവിന്റെ ഗർഭാശയത്തിൽ ഏത് രൂപത്തിലാണ് വളരുന്നത് എന്ന് കൃത്യമായി ഇന്നത്തെ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തുമാറ് നിരക്ഷരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ ഭ്രൂണം ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് സുമ്മ നുഖ്രിജുക്കും തിഫ്ല, പിന്നെ നിങ്ങളെ ഞാൻ ഒരു കുട്ടിയായി, ഒരു ബേബിയായി, ഒരു കുഞ്ഞായി നിങ്ങളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ ഘട്ടം. 2-ാമത്തെ ഘട്ടത്തെക്കുറിച്ച് അതേ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ശൈശവകാലത്തിൽ നിങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. സുമ്മലിക ബലുഗു അശുദ്ധക്കും, നിങ്ങളുടെ ഏറ്റവും പവർഫുള്ളായ, ആരോഗ്യമുള്ള, നല്ല സ്ട്രോങ് ആയ ഒരു കാലഘട്ടം, നിങ്ങളുടെ യുവത്വത്തിന്റെ കാലഘട്ടമുണ്ട്. നല്ല ആരോഗ്യമുള്ള, രക്തത്തിളപ്പുള്ള ആ ഒരു കാലഘട്ടം, അതാണ് 2-ാമത്തെ കാലഘട്ടം. ആ ഒരു മസിൽ പവറോടെ, ആരോഗ്യത്തോടെ, പവർഫുള്ളായ, ആ സ്ട്രോങ് ആയ കാലഘട്ടത്തിൽ മനുഷ്യരെന്നും നിലനിൽക്കുന്നില്ല. അള്ളാഹു വീണ്ടും പറഞ്ഞു, ചില ആളുകളൊക്കെ അക്കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോകും. ആകസ്മികമായ മരണം, യാദൃശ്ചികമായ മരണം, പെട്ടെന്നുള്ള മരണം എന്നൊക്കെ നമ്മൾ പേര് പറയും. അവരുടെ അവധി എത്തുമ്പോൾ അള്ളാഹു അവനെ തിരിച്ചു വിളിക്കുന്നു. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. അള്ളാഹു പറഞ്ഞു, ചില ആളുകളെ നാം വിട്ടേക്കും, അവരപ്പം മരിപ്പിക്കുന്നില്ല. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അവരുടെ പ്രായത്തിന്റെ ഏറ്റവും ദുർബലമായ, നിസ്സാരമായ ആ ഒരു അവസ്ഥയിലേക്ക്, കുറെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് നാം അവരെ വിട്ടുകളയും. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, എത്രത്തോളം? ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. നല്ല വിവരമുള്ള മനുഷ്യനാണ്, അധ്യാപകനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, സ്കോളറായിരുന്നു, വലിയ വിശ്വജ്ഞനായിരുന്നു, ഡോക്ടറായിരുന്നു, ഒരുപാട് മേഖലകളിൽ ഏറ്റവും നല്ല രൂപത്തിൽ വൈജ്ഞാനികമായി ഉന്നതമായ തസ്തികയിൽ ഇരുന്ന ആളാണ്. പക്ഷെ ഇപ്പം അയാൾക്കൊന്നും അറിയില്ല. സ്വന്തം മകനെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല, സ്വന്തം ബെഡ് എവിടെയാണ് എന്ന് തിരിച്ചറിയുന്നില്ല, അയാൾക്കൊന്നിനും സാധിക്കുന്നില്ല. എല്ലാ അറിവുകളും അയാൾക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ നാം തിരിച്ചു കൊണ്ടുപോകുന്നു. ശൈശവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അതാണ് അള്ളാഹു പറയുന്നത്, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. നല്ല അറിവുണ്ടായിരുന്നു, അതിനുശേഷം ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യ, അത്തരത്തിലുള്ള ആളുകളെ നാം കൊണ്ടുപോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ വചനം. ഇതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറ റൂമിന്റെ 54-ാമത്തെ വചനം. അല്ലാഹു ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും
من ضعف ثم جعل من بعد ضعف قوة. മനുഷ്യരെ, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ ضعഫിൻ, അങ്ങേ അറ്റത്തെ ബലഹീനതമായ അവസ്ഥയിൽ, ഒന്നിനും കഴിയാത്ത, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത, കേവലം കൈകാലുകൾ ഇട്ടടിച്ച് കരയുക എന്നതല്ലാതെ മറ്റൊന്നും കഴിയാത്ത അങ്ങേ അറ്റം ദുർബലതയിൽ നിന്നും ആ ഒരു അവസ്ഥയിലൂടെ മനുഷ്യ നിന്നെ സൃഷ്ടിച്ചവനാണ് നാം. എന്നാൽ ആ ദുർബലാവസ്ഥയിൽ നിന്നും ഒരു ഖുവ്വത്തിന്റെ, ഒരു സ്ട്രോങ് ആയ ആ ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോയതും നാം തന്നെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ആ ഖുവ്വത്തിന് ശേഷം, ആ സ്ട്രോങ് ആയ ആ യുവത്വത്തിന് ശേഷം വീണ്ടും ആ ഒരു ദുർബലതയുടെ, ആ ഒരു നിസാരതയുടെ, ബലഹീനതയുടെയും അതുപോലെ തന്നെ ശൈബ, നരയുടെയും അവസ്ഥയിലേക്ക് അവനാണ് നിങ്ങളെ എത്തിക്കുന്നത്. അള്ളാഹുവാണ് ആ വാർദ്ധക്യം നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു, അവനെല്ലാം അറിയുന്നവനും അവനെല്ലാത്തിനും കഴിവുള്ളവനുമാണ്. വാർദ്ധക്യം അത് നമ്മളൊക്കെ കാണുന്നത് പോലെ, നമ്മളിൽ പല ആളുകളും അനുഭവിക്കുന്നത് പോലെ, അതുവരെ നമ്മൾ ആർജിച്ചെടുത്ത കഴിവുകളിൽ നിന്നും അറിവുകളിൽ നിന്നുമൊക്കെ ഉള്ള ഒരു തിരിച്ചുപോക്കാണ്. ഇതുവരെ നാം ആർജിച്ചെടുത്ത കഴിവുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നുമൊക്കെയുള്ള ഒരു പിറകോട്ടുള്ള നടത്തമാണ് വാർദ്ധക്യം. കഴിഞ്ഞതും പഠിച്ചതുമെല്ലാം പല മനുഷ്യരും മറന്നുപോകുന്നു. തന്റെ നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു, എല്ലുകൾ ദുർബലമാകുന്നു, തന്റെ ചിന്താശേഷി നശിച്ചു പോകുന്നു, തലയിൽ മുടികളിലൊക്കെ നര ബാധിക്കുന്നു, തൊലികൾക്കൊക്കെ ചുക്കിച്ചുളിവുകൾ ബാധിക്കുന്നു. വാർദ്ധക്യ സഹജമായ അടയാളങ്ങൾ ശരീരത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അഥവാ ശൈശവത്തിലേക്ക്, കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഇതാണ് ഇസ്ലാം വാർദ്ധക്യത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നത്. എന്നിരുന്നാൽ ഈ വാർദ്ധക്യം ശാപമാണ്, വാർദ്ധക്യം വല്ലാത്ത ഒരു ദുരന്തമാണ് എന്ന് ചിന്തിക്കുന്നത് മുസ്ലിമിന്റെ സ്വഭാവവുമല്ല. മാത്രമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വൃദ്ധരായ ആളുകളോട് വാർദ്ധക്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, യുവാക്കളോടും കുട്ടികളോടും ഒക്കെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ഈ വാർദ്ധക്യം വരാൻ സാധ്യതയുണ്ട്. ഈ വാർദ്ധക്യം ഒരു ശാപമല്ല, അത് സഹജമായ ഒരു അനിവാര്യമായ ഘട്ടമാണ്, ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. ഇത് ശാപത്തോടുകൂടെ നോക്കിക്കാണേണ്ടതല്ല. മറിച്ച് ഒരു വേള ഒരു മുസ്ലിം ആണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ അവന് ഒരു വേള ഈ വാർദ്ധക്യം അനുഗ്രഹമായി ഭവിക്കും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യതമന്നാ അഹദുകുമുൽ മൗത്ത്, നിങ്ങൾ മരണത്തെ കൊതിക്കരുത് മനുഷ്യരെ. അല്ലെ, വാർദ്ധക്യം വരുമ്പോ, അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ശരീരത്തിന് ചെറിയ ബലക്ഷയൊക്കെ ഉണ്ടാകുമ്പോ, നേരത്തെ ഓടി നടന്നതുപോലെ നടക്കാൻ സാധിക്കാത്ത വരുമ്പോ, നടുവിന് ചെറിയൊരു വേദന, മുട്ടിന് ചെറിയൊരു വേദന, നമസ്കാരമൊക്കെ കസേരയിലാണ്, ഇരുന്നിട്ടാണ്, പലതും മനസ്സ് വിചാരിച്ചെടുത്തേക്ക് ശരീരം എത്താത്ത ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ല, ഒരു മുസ്ലിമിന് അങ്ങനെ ചിന്തിച്ചുകൂടാ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു. ആ മരണം സ്വാഭാവികമായി നിങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അവധിയുണ്ട്. അത് വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യരുത്. പടച്ചോനെ എന്നെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യുകയും ചെയ്യരുത്. കാരണം ഇന്നഹു ഇദാ മാത അഹദുക്കും ഇൻഖതഅ അമലുഹു, മനുഷ്യരെ, നിങ്ങൾ മരിച്ചാൽ അതോടെ നിങ്ങളുടെ അമലുകൾ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. കിടന്ന കിടപ്പിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ദിക്റ് ചൊല്ലിക്കൂടെ? നിങ്ങൾക്ക് നമസ്കരിച്ചുകൂടെ? നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള അഅ്മാലുകൾ വർദ്ധിപ്പിച്ചുകൂടെ? നിങ്ങൾ ഇദാ മാത അഹദുക്കും, നിങ്ങൾ മരണപ്പെട്ടാൽ ഇൻഖതഅ അമലുഹു, നിങ്ങളുടെ അമലിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി, മരണത്തിന് വേണ്ടി ദുആ ചെയ്യരുത്. വഇന്നഹു ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറാ, മുഅ്മിനിന് അവന്റെ പ്രായം, അവന്റെ ആയുസ്, ദൈർഘ്യം അത് ലഭിക്കുന്നത് ഇല്ലാ ഖൈറാ, നന്മയല്ലാതെ മറ്റൊന്നുമില്ല. വിശ്വാസിയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ അതുകൊണ്ട് ലഭിക്കുന്നത് ഖൈറു മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വാർദ്ധക്യം ഒരു വേള അനുഗ്രഹമാണ്.
പ്രായമുള്ളവർ അങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, റസൂലേ മൻ ഖൈറുൻ നാസ്, ആരാണ് ജനങ്ങളിൽ ഖൈറായ ആൾ, ഏറ്റവും ഉത്തമരായ ആൾ ആരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നല്ല പ്രായം ആയുർദൈർഘ്യം ലഭിച്ച ആളുകൾ, വഹസുന അമലുഹു, ആ സമയത്തൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തവർ. കുറെ പ്രായം കിട്ടി അവിടെയൊക്കെ തോന്നിവാസം ചെയ്ത മനുഷ്യരല്ല, മറിച്ച് ആയുർദൈർഘ്യം ലഭിക്കുകയും അവിടെയൊക്കെ വഹസുന അമലുഹു, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമാവാൻ അവസരം ലഭിക്കുകയും ചെയ്തവർ ഖൈറുൻ നാസ്, മനുഷ്യരിൽ അത്യുത്തമന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. അഥവാ വേദനകളുടെയും പ്രയാസങ്ങളുടെയും പരാതികളുടെയും പരിഭവത്തിനപ്പുറത്ത് എന്റെ ആയുസ് എന്റെ റബ്ബ് തന്നതാണെന്നും ഇത് എനിക്ക് അനുഗ്രഹമാണെന്നും ഇത് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ എനിക്ക് സ്വർഗപ്രവേശനത്തിന് അനുയോജ്യമായ രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുമാണ് ഒരു പ്രായമെത്തിയ മനുഷ്യൻ ആലോചിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊരു ശാപമല്ല, അതിനെ പഴിക്കേണ്ടതില്ല. അതിന്റെ വേദനകളും അതിന്റെ പ്രയാസങ്ങളും സഹജമായ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയുമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്കതൊരു അനുഗ്രഹമായി ഭവിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൗബ ചെയ്യാൻ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് നമ്മോടൊപ്പം ജീവിച്ചവർ, നമ്മോടൊപ്പം വളർന്നവർ, നമ്മുടെ പ്രായമുള്ളവർ, എത്ര ആളുകൾ പെട്ടെന്ന് ആകസ്മികമായി ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അള്ളാഹു ഇപ്പോഴും അവസരം തന്നിട്ടില്ലേ തൗബ ചെയ്യാൻ? ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ കറകളെ, തിന്മകളെ കഴുകിക്കളയാൻ, മായ്ച്ചു കളയാൻ, തൗബ ചെയ്യാൻ അള്ളാഹ് നമുക്ക് അവസരം തന്നില്ലേ? അത് അനുഗ്രഹമല്ലേ? അതാലോചിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നു. നന്മകളിലേക്ക് കൂടുതൽ അടുക്കാൻ, തിന്മകളിൽ നിന്ന് തീർത്തും, യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള രക്തത്തിളപ്പിൽ പലപ്പോഴും നമ്മൾ പല തിന്മകളിലും സംഭവിച്ചു പോയേക്കാം. പക്ഷെ അത്തരം തിന്മകളിൽ നിന്നൊക്കെ തീർത്തും മാറി നിന്ന് നന്മകളിലേക്ക് വ്യാപൃതമാവാനും നന്മകൾ കൂടുതൽ പ്രവർത്തിക്കാനും കൂടുതൽ അള്ളാഹുവുമായിട്ട് അടുക്കാനും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ മറ്റ് നന്മകളുമൊക്കെ ആയിട്ട് ജീവിക്കാനും അത് ഏറ്റവും അനുഗുണമാക്കിയെടുക്കാനുമാണ് വൃദ്ധരായ ആളുകൾ, പ്രായമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരങ്ങളെ, പ്രായമുള്ള ആളുകളോട് നമുക്ക് ചില സമീപനങ്ങളുണ്ട്. പ്രായമുള്ള ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ, അവർക്കതൊരു അനുഗ്രഹമാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ ചില അധ്യാപനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു പ്രായമുള്ള വ്യക്തി കടന്നു വന്നു. നബി ഒന്ന് കാണണം, നബിയോടൊന്ന് സംസാരിക്കണം, അതിനു വേണ്ടി വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സഹാബത്തുണ്ടല്ലോ, ആള് വന്നതിന് വല്ലാതെ മൈൻഡ് ചെയ്തില്ല. ഹദീസിന്റെ പദപ്രയോഗം അവര് ചെറിയൊരു സമയമെടുത്തു. എന്തിന്? അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാൻ, ആ പ്രായമുള്ള മനുഷ്യന് ഒരു സീറ്റ് കൊടുക്കാൻ, അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്കാൻ അല്പസമയമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. പ്രായമുള്ളവരെ ആദരിക്കാത്തവൻ, പ്രായമുള്ളവരെ പരിഗണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നമ്മുടെ കൂടെ ബസ്സിലേക്ക് കയറുന്ന ആൾ, ഒരു സദസ്സിലേക്ക് കയറുന്ന ആൾ പ്രായമുള്ളവരാണെങ്കിൽ, തല നരച്ചവരാണെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ ആദരിക്കണം. അല്ലാത്തവനെ റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗം ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്ന ഗൗരവം നമ്മൾ ചിന്തിക്കണം. നമ്മിൽപ്പെട്ടവനല്ല, അത് അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ, അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ മാനിച്ചുകൊണ്ടും അവനെ കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കുന്നു എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ത്? ഇക്റാമ ബിശൈബത്തിൽ മുസ്ലിം. നരച്ച മനുഷ്യരെ ഇക്റാം ചെയ്യുക, ആദരിക്കുക, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവർക്ക് സീറ്റ് കൊടുക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ പരിഗണിക്കുക എന്നതൊക്കെ വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേവലം പറഞ്ഞു പോയതല്ല. മക്കം ഫത്ഹിന്റെ അന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനെയും കുട്ടി റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്.
ചുക്കിച്ചുളിവുകൾ സംഭവിച്ച, ജരാനരകൾ സംഭവിച്ച ആ അബൂ ഖുഹാഫയെ കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു, ഇദ്ദേഹത്തെ വീട്ടിലിരുത്തിയപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിക്കൂടായിരുന്നു അബൂബക്കറെ? അദ്ദേഹത്തെ നമുക്ക് അവിടെ ചെന്ന് കണ്ടുകൂടെ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെയും കൂട്ടി എന്റെ അടുത്തേക്ക്? എത്ര തിരക്കുകൾക്കിടയിലാണ്, മക്കം ഫത്ഹിന് ശേഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഒരു വയോവൃദ്ധനെ പരിഗണിച്ച ആദരിച്ച രീതി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ഒരു വയോജന ദിനം ഇങ്ങനെ ഒക്ടോബർ 1 അന്താരാഷ്ട്ര തലത്തിൽ ആദരിക്കുമ്പോ നമ്മുടെ മാതൃകാ പുരുഷനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മുസ്ലിമിന് സർവ്വ മേഖലകളിലും അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിലും നമുക്ക് നൽകിയിട്ടുണ്ട്. പരിഗണിക്കലുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ആദരിക്കാറുണ്ടോ? നമ്മൾ പരിഗണിക്കാറുണ്ടോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കൊരു അന്താരാഷ്ട്ര ദിനം ആവശ്യമില്ല. ഏത് ദിനത്തിലും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏതേത് വിഷയങ്ങളിലുമുണ്ട്, ഈ വിഷയത്തിലും നമുക്കുണ്ട്. മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ട വിഷയം പറഞ്ഞപ്പോ ഒരുപാട് വചനങ്ങളിലൂടെ അള്ളാഹ് പഠിപ്പിച്ചിട്ടുള്ള വിഷയം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗൗരവത്തോടുകൂടി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ പഠിപ്പിച്ചത് എന്താണ്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മാതാവോ പിതാവോ നിനക്കുണ്ട് എങ്കിൽ അവരോട് സംസാരിക്കുമ്പോ, അവരെ നോക്കുമ്പോ, അവരോടുള്ള ഇടപാടുകളിൽ നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവരോട് നീ ചേർന്ന് പറയരുത്. കാരണം എന്താ? അവർക്ക് വാർദ്ധക്യ സഹിതമായ സമയമാണത്. അവരോട് നീ അവരോട് ചേർന്ന് പറയരുത്. അവരെ നീ കണ്ണുരുട്ടി ഭയപ്പെടുത്തരുത്. ഏറ്റവും മാന്യമായ സ്നേഹമസൃണമായ കാരുണ്യത്തിലൂട്ടിയ സംസാരം നിന്റെ പ്രായമേറിയ മാതാപിതാക്കളോട് നീ നടത്തണം. അവിടെയും പ്രായമുള്ള മാതാപിതാക്കൾക്ക് പരിഗണന ഏറെയാണ്. മനുഷ്യർക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം, ഇനിയിപ്പോ ഇവരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുമ്പോ അവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് മനുഷ്യന് സ്വാഭാവികമായി തോന്നുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവരെ കൂടുതൽ പരിഗണിക്കണമെന്ന് അവരുടെ പ്രായമെടുത്ത് വാർദ്ധക്യത്തിൽ നിനക്ക് അവരെ ലഭിച്ചാൽ നീ അവരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തവണ ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു. എന്നിട്ട് ആരെ കുറിച്ചിട്ട് സഹാബത്ത് ചോദിച്ചു, ആരെയാ റസൂൽ ഇങ്ങനെ ശപിക്കുന്നത്? ആർക്കെതിരെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ. ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ഒരാൾക്കുണ്ട് എന്നല്ല, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, പ്രായമുള്ള മാതാപിതാക്കളെ ലഭിച്ചിട്ടും ഒരാളെ ലഭിച്ചു, അതല്ലെങ്കിൽ 2 ആളെയും ലഭിച്ചു, എന്നിട്ട് സുമ്മ ലം യദ്ഖുലിൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ. പ്രായമുള്ള ഉപ്പാനെ ലഭിച്ചിട്ട് ആ മാതാപിതാക്കളെ നോക്കി അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ തൃപ്തിയിലൂടെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ നശിച്ചു പോകട്ടെ എന്ന്. ഏതു മാതാപിതാക്കളാണ്? ഇൻദകൽ കിബർ, വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കൾ, അവരെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നത്. അവരെ കുറിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹ് എടുത്തു പറയുന്നത്. മാതാപിതാക്കളുടെ പ്രായം മാത്രമല്ല, വാർദ്ധക്യമെത്തിയ തലനരച്ച പ്രയാസം അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന പ്രായമുള്ള ഏതൊരു മനുഷ്യനോടും മുസ്ലിമാണോ നീ കാണിക്കേണ്ട സമീപനത്തെ കുറിച്ചാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത്. നമ്മൾ പരിശോധിക്കാറുണ്ടോ? നമ്മൾ പരിഗണിക്കാറുണ്ടോ? നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെ ഒരു വീട്ടിൽ നിർത്തിയിട്ട് നമ്മൾ ടൂർ പോകുമ്പോൾ അവരോട് ചോദിക്കാറുണ്ടോ? നമ്മൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ കുട്ടികളും മാത്രം പോകുമ്പോ നമ്മുടെ പ്രായമുള്ള ഉമ്മയും ഉപ്പയും നമ്മൾ പരിഗണിക്കാറുണ്ടോ? നമ്മുടെ കൂടെ കൂട്ടാറുണ്ടോ? അവരോട് നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ തീരുമാനം ചോദിക്കാറുണ്ടോ? നിങ്ങളും ഈ വീട്ടിലെ ഒരു അംഗമാണ് എന്ന് തോന്നിക്കുമാറെ അവരെ സ്നേഹത്തോടുള്ള സംസാരത്തോടുകൂടെ നമ്മുടെ ഉപ്പമാരെ ഉമ്മമാരെ പരിഗണിക്കാറുണ്ടോ?
ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എവിടെയെങ്കിലും പോരായ്മ വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കെതിരെയാണ് പ്രാർത്ഥിച്ചത് എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ചോദിച്ചു, ഉമർ ഇബ്നുൽ ഖത്താബിനോട് അദ്ദേഹത്തോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഇന്നലി ഉമ്മ ബലഗ മിൻഹൽ കിബർ, എനിക്ക് ഉമ്മ ഉണ്ട്, അല്ലാതെ വാർദ്ധക്യത്തിലെത്തിയ എന്റെ ഉമ്മയാണത്. അന്നഹാ ലാ തഖ്ദി ഹാജതഹാ ഇല്ലാ വദഹരി ലഹാ മതിയ, ഞാൻ എന്റെ ഉമ്മാന്റെ എന്താഗ്രഹം പറഞ്ഞാലും എവിടെ പോണെങ്കിലും ഞാനിതാ എന്റെ ഈ ചുമലിലേറ്റിക്കൊണ്ടാണ് കൊണ്ടുപോവുക. എന്നിട്ട് അവര് പറഞ്ഞു, ഫഹൽ അദ്ദൈതു ഹഖഹ, എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ എടുത്തു നടന്നതുപോലെ എന്റെ ഉമ്മയെ ഞാനിപ്പോ എടുത്തു നടക്കുന്നുണ്ട്. എന്നിട്ട് അമീറുൽ മുഅ്മിനീനോട് അദ്ദേഹത്തിന്റെ ചോദ്യം, ഫഹൽ അദ്ദൈതു ഹഖഹ, ഞാൻ എന്റെ ഉമ്മയോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിച്ചിട്ടില്ലേ അമീറുൽ മുഅ്മിനീൻ? ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ അമീറുൽ മുഅ്മിനീൻ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലാ, ഇല്ല, ലിഅന്നഹാ കാനത് തസ്നഉ ബികദാലിക വഹിയ തമന്നാ ബഖാഅക വഅൻത തഫഅലുഹു വതതമന്നാ ഫിറാഖഹ, അവര് നിന്നെ എടുത്തുകൊണ്ട്, നിന്റെ മാതാവ് നിന്നെ എടുത്തുകൊണ്ട് നടന്നപ്പോ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്തായിരുന്നു? വഹിയ തമന്നാ ബഖാഅക, നീ ഒരുപാട് കാലം ജീവിച്ചിരിക്കണം, എന്റെ മോൾ ഒരുപാട് കാലം എനിക്ക് സന്തോഷം പകർന്ന് ജീവിച്ചിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. നീ നിന്റെ ഉമ്മയെ എടുത്തുകൊണ്ട് നടക്കുമ്പോ ഇത് കുറച്ചു ദിവസം കൂടെ അല്ലേ ഉണ്ടാകും, ഇത്ര കാലം കൂടെ അല്ലേ ഉണ്ടാകും, മരിക്കുന്നത് വരെ നോക്കണം. ഈ ചിന്താഗതിയാണ് നിന്റെ മനസ്സിലുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ പരിഗണിക്കണം, മാതാപിതാക്കളെ, പ്രായമുള്ളവരെ എല്ലാവരെയും പരിഗണിക്കണമെന്നും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും അവരെ ആദരിക്കണമെന്നും അവരെ ആദരിക്കാത്തവൻ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരം ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയും മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആലയും പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅബ്ബദു ബികലിമാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു യതഅബ്ബദു ബിഹിന്ന, റസൂലുള്ളാഹി പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകൾ നിങ്ങൾ ശീലമാക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തൊക്കെയായിരുന്നു നബി പ്രാർത്ഥിക്കൽ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ വഅഊദു ബിക മിനൽ ബുഖൽ വഅഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉംർ. നബിയുടെ പ്രാർത്ഥനയിൽപ്പെട്ട പ്രധാന ഒരു വരി എന്താണ്? വഅഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു, അൻ അറുദ്ദ ഇലാ അർദലിൽ ഉംർ, പ്രായത്തിന്റെ അങ്ങേ ദശയിലേക്ക്. നേരത്തെ അല്ലാഹ് പറഞ്ഞല്ലോ, ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക്, ആ ഒരു അതിന്റെ നിസ്സാരതയിലേക്ക്, അങ്ങേ അറ്റത്തെ ദുർബലയിലേക്ക് ഞാൻ എത്തിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്ത ആ രൂപത്തിൽ കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രയാസമുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളും ആ പ്രാർത്ഥന പതിവാക്കണം, ആ രൂപത്തിൽ പ്രാർത്ഥിക്കുകയും ഇതൊരു ശാപമല്ല എന്ന് തിരിച്ചറിയുകയും ഇതൊരു അനുഗ്രഹമായി ഉപയോഗപ്പെടുത്തുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.